PSC ക്രൗണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനു മുമ്പ് നടന്ന 10th പ്രിലിംസിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഏകദേശം 6ഓളം പരീക്ഷകളാണ് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് വിവിധ ഘട്ടങ്ങളായിട്ട് ഇതിനു മുമ്പ് നടന്നിട്ടുള്ളത്. ആ 6 ചോദ്യപേപ്പറുകളും നമ്മൾ ഒരുമിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മൾ 10th പ്രിലിംസിന് വേണ്ടി ഡെയിലി എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 10th പ്രിലിംസ് എന്ന് പറഞ്ഞ് അത് കണ്ടു നോക്കാവുന്നതാണ്. 10th പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ ബാങ്കും LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള 10th പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് പോകാം. ഇതേ പാറ്റേണിലായിരിക്കും നിങ്ങൾക്കും ഈ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരിക. കാരണം അന്ന് 10th പ്രിലിംസിനുണ്ടായിരുന്ന അതേ സിലബസ് തന്നെയാണ് ഇപ്പോഴും ഈ വരുന്ന 10th പ്രിലിംസിനും 28 നടക്കാൻ പോകുന്ന 10th പ്രിലിംസ്, അത് 4 ഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്ന 10th പ്രിലിംസിനും ഉള്ളത് സെയിം സിലബസ് ആണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയായിരിക്കും ഈ 10th പ്രിലിംസിനും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ആ ചോദ്യപേപ്പറുകൾ എങ്ങനെയാണ് നമുക്കൊന്ന് വേഗത്തിൽ ഡിസ്കസ് ചെയ്ത് പോകാം. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. PSC സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. 10th പ്രിലിംസ്, LP UP മിഷൻ 2026, 27, HSA നിരവധി ഗ്രൂപ്പുകളുണ്ട്. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. മറക്കണ്ട, ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം നോക്കാം. ഒളിമ്പിക്സ് അത്ലറ്റ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ്? കായിക താരം എന്ന് പറയുന്നത് നീരജ് ചോപ്രയാണ് കേട്ടോ. നീരജ് ചോപ്രയാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതെന്ന്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ചോദിച്ചേക്കുന്നത് 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ്? P. വത്സലയാണ്. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15ാമത്തെ നിയമസഭയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏതാണ് കൃത്രിമ ഉപഗ്രഹം? ഓപ്ഷൻ B ആണ് കേട്ടോ. അടുത്തത് 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? സമിതിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കസ്തൂരി രംഗനാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ് ആ പദ്ധതി? താലോലമാണ് കേട്ടോ. താലോലമാണ്. 2021 JD ഡാനിയൽ പുരസ്കാരം നേടിയത് ആര്? 2021 JD ഡാനിയൽ പുരസ്കാരം നേടിയത് ആരാണ്? ഈ ചോദ്യം ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. PSC ഇത് ക്യാൻസൽ ആക്കിയിട്ടുള്ള ചോദ്യമാണ്. അടുത്തത്, കേരളത്തിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ് ഗോത്ര പഞ്ചായത്തായിട്ട് വരുന്നത്? നൂൽപ്പുഴയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമുദ്രം. ഏതാണ്? ഉത്തര മഹാസമുദ്രം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ് ഉപദ്വീപീയ നദികൾ ഉൾപ്പെടാത്തത്? ലൂണിയാണ് കേട്ടോ. റീഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി കൃഷി ഏതെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ് ആ കൃഷിയായിട്ട് വരുന്നത്? പരുത്തിയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗണ്ട് സിറം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ്. ലോക ഓസോൺ ദിനം എന്നാണ്? ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനം. ഇന്ത്യയിലെ ഭൗമതാപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാ? മണികരണാണ് കേട്ടോ. മണികരണാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമായിട്ട് വരുന്നത് അരുണാചൽ പ്രദേശാണ്. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? സോജിലയാണ്. സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്?
ഗാരിഫാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത. സാദിയ മുതൽ ദുബ്രി വരെ നീണ്ടു കിടക്കുന്ന എവിടെയാണ്? ഓപ്ഷൻ ബി നാഷണൽ വാട്ടർവേ 2 ആണ്. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നതെന്ന്? എന്നാണ് ആദ്യ സമ്മേളനം നടന്നത്? ഓപ്ഷൻ സി 1946 ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം ബന്ധപ്പെട്ട് താഴെ തരുന്ന പ്രസ്താവനകൾ ശരിയായി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? പ്രസ്താവന 1, 2, 3 ശരി തന്നെയാണ്. ഇനി സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണ്? മലാല യൂസഫ്സായി ആണ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണയുടെ ഭാഗമായ ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ് ഭേദഗതി? 42 ആണ്. താഴെ പറയുന്നവ ഇന്ത്യൻ ദേശീയ വൃക്ഷം ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യൻ ദേശീയ വൃക്ഷം എന്ന് പറയുന്നത് അരയാലാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠമാണ്. മഹാത്മാഗാന്ധി കീ ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമ്മാർജ്ജനമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷയായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? മലയാളി ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന 2005 പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികളാണ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണത്തിനെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശ്ശൂർ ജില്ലയാണ്. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1788 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ശിവപ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരു അരുവിപ്പുറമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഭരണത്തിനെതിരെ നടന്ന മേഖല ഏതാണ്? മലബാറാണ്. മലബാറിൽ 1930 ഉപ്പ് സത്യാഗ്രഹം ഏതാണ് കേന്ദ്രം? പയ്യന്നൂരാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത്? സവർണ ജാഥ ആരുമായി ബന്ധപ്പെട്ടതാണ്? മന്നത്തു പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ്. മേൽമുണ്ട് സമരം എന്ന് വിശേഷിക്കപ്പെട്ട സാമൂഹ്യ നീതി സംരക്ഷണത്തിലുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാനാർ ലഹള. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ് വി കൃഷ്ണൻ എഴുത്തച്ഛൻ. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിൽ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? കബനി. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് പക്ഷി സങ്കേതങ്ങൾ ഉൾപ്പെടാത്തത്? ചിന്നാറാണ് പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് 45 റൈറ്റ് ആൻസർ ഓപ്ഷൻ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്തു നിന്നാണ്. ഇനി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? ആദ്യ ഇന്ത്യൻ കായിക താരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ് ആണ്. ഏതാണ്? അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? നീണ്ടകര സ്ഥിതി ചെയ്യുന്ന ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്ന് പറയുന്നത് ഇരവികുളമാണ്. ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഏത്? ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നെന്ന 1956 നവംബർ 1 ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ അസ്വസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ട സത്യാഗ്രഹം ഏതായിരുന്നു? 52 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അഹമ്മദാബാദാണ് കേട്ടോ. അഹമ്മദാബാദാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇനി തേഗ സമരം നടന്നത് എവിടെയാണ് സമരം നടന്നത്? ബംഗാളിലാണ് കേട്ടോ. ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം
ഏതാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? സംവാദ് കൗമുദിയാണ്. സംവാദ് കൗമുദി. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. ഏതാണ് ആ സമ്മേളനം? 56 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനും പട്ടേലിനും നെഹ്റുവിനോടൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി ആരാണ് ആ മലയാളി? വി പി മേനോനാണ് കേട്ടോ. വി പി മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യയിലെ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. പ്രശസ്തമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ്? ആനന്ദമഠം നോവൽ എഴുതിയത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയിട്ടുള്ളത്. മനുഷ്യ എഴുത്ത് ഏറ്റവും വലിയ അസ്ഥിയാണ് ഏത്? മനുഷ്യ എഴുത്ത് ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഗ്രന്ഥി ഏതാണ്? കരളാണ് കേട്ടോ. കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലവ് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ടൈറ്റനി എന്ന പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് ഏത്? എംഫിസീമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി അതേതാ? മൃദുസഞ്ജീവനിയാണ് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതി. തെങ്ങിൻ്റെ സങ്കര ഇനമല്ലാത്തത് ഏതാ? അക്ഷയ ആണ് കേട്ടോ. അക്ഷയ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കാസർഗോഡ് ജില്ലയിലാണ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് ആര്? ആരാണ് ഭക്ഷ്യശൃംഖലയിലെ? സസ്യഫുക്കാണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നതെന്ന്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റൈറ്റ് ആൻസറായിട്ട് വരുന്നത് മെയ് 22 കേട്ടോ. ഓപ്ഷൻ ഡി മെയ് 22. വനങ്ങളുടെ സംരക്ഷണം ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം എന്ന് പറയുന്നത് 70 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. പിക്കോ പ്രസ്ഥാനമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഏക ആറ്റോമികം എന്ന് പറയുന്നത് ഏതാണ്? ഇതിനകത്ത് ഹീലിയമാണ് ഏക ആറ്റോമികമായിട്ട് വരുന്നത്. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത് 72 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ് ഇരുമ്പിൻ്റെ അയിരായിട്ട് വരുന്നത്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജനുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് ആ വാതകം? ഹൈഡ്രജനാണ് അല്ലേ. ഹൈഡ്രജനാണ് ആ വാതകമായിട്ട് വരുന്നത്. ഇനി പാൽ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് ഏതാ? പാക്ചറൈസേഷനാണ് പാൽ കേടുകൂടാതെ സൂക്ഷിക്കുന്ന രീതിയെ പറയുന്ന പേര്. കോൺകേവ് ദർപ്പണത്തിൻ്റെ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. എത്രയാണ് പ്രതിപതന കോണിൻ്റെ അളവായിട്ട് വരുന്നത്? 76 റൈറ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി 30 ഡിഗ്രിയാണ് കേട്ടോ. എത്രയാണ്? 30 ഡിഗ്രിയാണ്. അടുത്ത ചോദ്യം, നഗ്ന നേത്രം കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം യുറാനസ് ആണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇതിനകത്തൊരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായിട്ട് വരുന്നത്? LPG ആണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സായിട്ട് വരിക. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോമീറ്റർ അളക്കുന്ന എന്ത് അളവ് വെച്ചിട്ടാണ്? ഊഷ്മാവാണ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ഊഞ്ഞാലിൻ്റെ ചലനം ഒരു ദോലനത്തിന് ഉദാഹരണമാണ്. ഇനി 060/2023 അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. മലയാളം ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ് ആ സംരംഭം എന്ന് പറയുന്നത്? മലയാള മിഷനാണ് കേട്ടോ. മലയാള മിഷനാണ്. മീശ എന്ന നോവൽ രചിച്ചത് ആരുടെയാണ് മീശ എന്ന നോവൽ? എസ് ഹരീഷിൻ്റെയാണ് മീശ എന്ന നോവൽ. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന. കെ ഫോൺ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വീടുകളിലും അതിവേഗ ഇൻ്റർനെറ്റ് സേവനം എന്താണ് കെ ഫോൺ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ വർഷം 1951 ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. COVID-19 ബന്ധപ്പെട്ട് കേരള സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആരോഗ്യ സേതുവാണ്. ഏതാണ്? ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ തൃശ്ശൂരാണ്.
അർജുന അവാർഡ് നേടിയ അങ്കിത റെനയുടെ കായിക ഇനം ഏതാണ്? ഓപ്ഷൻ സി ടെന്നീസ് ആണ് കേട്ടോ, ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് വരുന്നത്? 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ തന്നെ വനിതാ ശാക്തീകരണമാണ്. 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയുടെ ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതി ഉൾപ്പെടാത്ത ജില്ലയായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ സി പത്തനംതിട്ടയാണ്. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് സോമനാഥാണ് ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ. വിന്ധ്യപർവ്വതം മുതൽ ഇന്ത്യ ഉപദ്വീപ് തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ് ആ ഭൂവിഭാഗം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായിട്ടുള്ള പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? സൗരോർജ്ജമാണ്, ജൈവ വൈവിധ്യവാദവും സൗരോർജ്ജവുമാണ്, കാറ്റിനുള്ള ഊർജ്ജം. 3ഉം എന്താണ്? ശരി തന്നെയാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യയുടെ കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളിൽ ഏതെല്ലാം കണ്ടെത്തുക. ഇന്ത്യയുടെ കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമാണ്? ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ ഒക്കെ എന്താണ് കരാതിർത്തി പങ്കുവയ്ക്കുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ്. മണികരൺ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏത് സംസ്ഥാനത്താണ് മണികരൺ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട വിഭാഗം ഏതാണ് ആ വിഭാഗം? ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? സ്റ്റീൽ പ്ലാന്റ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഇന്ത്യയിലെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഉത്തര രേഖയാണ്. ഇന്ത്യയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഓപ്ഷൻ ബി NH-44 ആണ്. മുംബൈയുടെയും ബംഗളൂരിൻ്റെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തുകൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ആ ശൃംഖല കൊങ്കൺ റെയിൽവേ ആണ് കേട്ടോ, കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചേക്കുന്നത്? 21 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 1955 ആണ്. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കലിൽ വയ്ക്കുന്നതിന് എതിരായി സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് ഉത്തരവ്? ഹേബിയസ് കോർപ്പസ് ആണ് കേട്ടോ, ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്? 6 മൗലിക അവകാശങ്ങളാണ്. മൗലിക ചുമതല ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത്? ഓപ്ഷൻ ബി 42ാം ഭേദഗതിയിലൂടെയാണ്. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ്ണ പതാക ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചതെന്ന്. ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ടുള്ള ത്രിവർണ്ണ പതാക ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-ാം തീയതിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണല്ലേ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആര്? ആരാണ് ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? എത്രയാണ്? 52 സെക്കൻഡാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. 1990 വിവരാവകാശ വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? മസ്ദൂർ കിസാൻ ശക്തി സംഘടനാണ്. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചേക്കുന്നത്. ഇതിലേതൊക്കെയാണ് ചേരുംപടി ചേർത്ത് വരിക? ഒന്ന് നോക്കിക്കേ. 1 ബ്രഹ്മസമാജമാണ്. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്? രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചിട്ടുള്ളത്. 2 ദയാനന്ദ ആര്യ സമാജം, ദയാനന്ദ സരസ്വതി. പ്രാർത്ഥന സമാജോ? ആത്മൂരാം പണ്ടുരക്കാണ് പ്രാർത്ഥന സമാജം. പിന്നെ ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വം നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാ? ക്വിറ്റിൻ്റെ സമരമാണ് അവസാനത്തെ ബഹുജന സമരം. സാന്താൾ കലാപം നടന്ന വർഷം ഏതു വർഷമാണ് സാന്താൾ കലാപം നടന്നിട്ടുള്ളത്? 1985 1886 ഇടയിലാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാന നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? സി ശങ്കരൻ നായരായിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചതെന്ന്? എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്? 1857 മെയ് 10-നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ക്വിറ്റിൻ്റെ ദിനം എന്നാണ്? ക്വിറ്റിൻ്റെ ദിനം എന്നറിയപ്പെടുന്നത് 1942 ഓഗസ്റ്റ് 9-ാം തീയതിയാണ്.
അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗലിൽ നിന്ന് വീണ്ടെടുക്കുന്നതിന് ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേരെന്താണ്? ഏതാണ് ആ പേര്? സൈനിക മുന്നേറ്റം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ വിജയ് ആണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തി ആരാണ്? ഫസൽ അലിയാണ്. ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. മംഗളവനം. സിംഹവാലം കുരങ്ങുകൾ ആവാസ വ്യവസ്ഥയെ നിലനിർത്തുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനമാണ്. കേരളത്തിലെ ഏക ശുദ്ധപ്രടാകമാണ് ശാസ്താംകോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ളത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ എന്ന് പറയുന്നത് മറയൂരാണ്. മറയൂര്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ഏത് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. 244 ചതുരശ്ര കിലോമീറ്ററാണ് പെരിയാർ നദിയുടെ നീളമെന്ന് പറയുന്നത്. 244. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ജില്ല ഏത് ജില്ലയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ? മലപ്പുറം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത്. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് ആ പദ്ധതി? 50 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്പ്ലാഷ് ആണ് കേട്ടോ. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ ആരാണ്? തിരുവിതാംകൂർ മുസ്ലിം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭയുടെ സ്ഥാപകൻ. താഴെ പറയുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ ഉൾപ്പെടാത്തത്? 52 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വേലുത്തമ്പി കലാപമാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരുടെയാണ് ആദിഭാഷ? ചട്ടമ്പി സ്വാമികളുടെയാണ് ആദിഭാഷ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. മലബാർ കലാപം. താഴെ പറയുന്ന ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? നിജന്തന വിലാസമാണ് ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? തൃശ്ശൂർ ജില്ലയിൽ 1936 സാധുജന പരിപാലന സംഘം സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചിട്ടുള്ളത് അയ്യങ്കാളിയുടെയാണ് സാധുജന പരിപാലന സംഘം. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് പണ്ഡിറ്റ് KP കറുപ്പനാണ് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രധാനപ്പെട്ട സംഭവം ഏതാണ്? സവർണ ജാഥയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യന്റെ പ്രധാന വിസർജന അവയവം? ത്വക്കാണ് മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ത്വക്കല്ല കേട്ടോ, വൃക്കകളാണ് കേട്ടോ. 61 ഓപ്ഷൻ എ വൃക്കകളാണ്. ശ്വസന പ്രവർത്തന നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയ ശരി ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് ശരിയായിട്ട് വരുന്നത്? 62 ശരിയായിട്ട് വരിക. 1ഉം 3ഉം അല്ലേ? 1ഉം 3ഉമാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഏത് ജീവിതത്തിന് അപര്യാപ്തമാണ് റിക്കറ്റ്സ് എന്ന രോഗം ഉണ്ടാകുന്നത്? വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തം മൂലമാണ് റിക്കറ്റ്സ് ഉണ്ടാകുന്നത്. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? താഴെ പറയുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നാണ് ചോദിച്ചത്? നിപ്പയും എയ്ഡ്സുമാണ്. സർക്കാർ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുക നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏത്? നവകേരള ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള പദ്ധതി ഏതാണ്? ആർദ്രമാണ്. ചുവടെ ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗ്രഹ വാതകമല്ലാത്തത് ഏതാണ് ഹരിതഗ്രഹവാതകമല്ലാത്തത്? 66 റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി നൈട്രജൻ ആണ് കേട്ടോ. നൈട്രജൻ. നശീകരണത്തിന് കാരണമാകാത്തത് ഏതാണ്? വനനശീകരണത്തിന് കാരണമാകാത്ത സസ്യപരിപാലനമാണ്. ചുവടെയുള്ളവയിൽ വനത്തിൽ നിന്ന് ലഭിക്കാത്ത ഉൽപ്പന്നം മെഴുകാണ്. കേരളത്തിൽ ഉണ്ണൂത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രിയങ്കയാണ്. പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കോഴിക്കോട്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന തെറ്റായത് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? ഒരു ആറ്റത്തിന് നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ശരിയാണോ? ശരിയാണ്. ഒരു ആറ്റത്തിന് ന്യൂക്ലിയസിന് എണ്ണമാണ് അതിൻ്റെ മാസ് നമ്പർ. ശരിയാണ്. ആറ്റത്തിന് ന്യൂക്ലിയസ് കണ്ടെത്തുന്ന റൂദർഫോർഡ് ആണ്. അതും ശരിയാണ്. ഓരോ ആറ്റോമിക് നമ്പർ വ്യത്യസ്ത മാസ് നമ്പർ ഉള്ള ഒരേ മൂല്യം വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ശരിയാണോ? തെറ്റാണ്. 4ആണ് ഇവിടെ റൈറ്റ് ആൻസറായിട്ട് വരിക. സിങ്ക് ബെൻഡിൻ്റെ സാന്ദ്രണം ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആ മാർഗം പ്ലവന പ്രക്രിയയാണ് അല്ലേ? പ്ലവന പ്രക്രിയ. കാൽസ്യത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ നമ്പർ എത്ര?
ഓപ്ഷൻ എ ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ ചേർക്കുന്ന രാസവസ്തുവാണ് ഏത്? സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ട് വസ്തുക്കൾ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ഗതികോർജ്ജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? ഗതികോർജ്ജം 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ഏത്? ഭാരം എന്ന് പറയുന്നത്. ഏതാണ്? ഭാരമാണ്. ഇനി 78ാമത്തെ ചോദ്യം PSCക്ക് ആൻസർ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗദൈർഘ്യം കൂടിയ നിറമാണ് ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഊഷ്മാവ് ഇതിനകത്താണ് അളക്കുന്നത്? കെൽവിനിലാണ് ഊഷ്മാവ് അളക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഏത് കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ ഡി ഹൃദയരാഗങ്ങളാണ് കേട്ടോ. ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? GP ഔസേപ്പിനാണ്. ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ലോകത്തെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന് പറയുന്നത് ജടായു ആണ്. ജടായു. ലോകത്ത് ആദ്യമേ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചുമതല വഹിക്കുന്ന മന്ത്രി. ഇത് പണ്ടത്തെ ചോദ്യപേപ്പർ ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ വെച്ചിട്ട് നിങ്ങൾ നോക്കാം കേട്ടോ. നിലവിൽ കേരള പബ് യോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകൃതമായിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 13. അന്നാ ബെന്നി 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്. ഡോക്ടർ ശോശാമ ഔസേപ്പ് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിൽ സേവനത്തിൽ ലഭിച്ചത്? ഏത് വിഭാഗത്തിൽ സേവനത്തിനാണ് ലഭിച്ചത്? മറ്റുള്ളവയാണ്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് കേരള എന്ന നാമം സ്വീകരിച്ച ഏത് വർഷത്തിലാണ്? 2002 ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ധാതുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് അലുമിനിയവും സിലിക്കയുമാണ് പ്രധാനപ്പെട്ട ധാതുക്കൾ. താഴെ തന്നിരിക്കുന്നതിൽ അവസാദ ശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ബസാൾട്ടാണ്. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നതെന്ന്. ലോക മണ്ണ് ദിനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിനകത്ത് ഉത്തരം റൈറ്റ് ആൻസർ ആയിട്ടില്ല. താഴെ തന്നിരിക്കുന്ന മടക്കു പർവ്വതം നിരക്ക് ഉദാഹരണം. താഴെ തന്നിരിക്കുന്നവയിൽ ഒരു മടക്കു പർവ്വതം എന്ന് പറഞ്ഞ ഏതാണ്? ബിയും സിയുമാണ് കേട്ടോ. ബിയും സിയുമാണ്. അറ്റ്ലസും ആൽപ്സുമാണ്. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന പ്രതിഭാസമാണേത്? വെള്ളപ്പൊക്കം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് എവിടെയാണ്? ഇന്ത്യയിൽ UP ആണ് കേട്ടോ. ഉത്തർപ്രദേശാണ്. 1,00,000-ലധികവും 10,00,000 താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേര് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി നഗരം എന്ന പേരിലാണ് കേട്ടോ. നഗരം എന്ന പേരിലാണ്. ഇന്ത്യയുടെ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം. ശരത്കാലം ഏത് കാലഘട്ടത്തിലാണ് അനുഭവപ്പെടുന്നത്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയ ഉൾപ്പെടുന്നത് ഏത്? ഉൾപ്പെടുന്നതൊക്കെയാണ് ലഡാക്കറും സസ്കറുമാണ്. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? വില്യം സ്ത്രീയാണ്. കേരളത്തിൽ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ വിശ്വാസ് മേത്ത. ഇന്ത്യ ഫ്ലാഗ് കോഡ് പ്രകാരം VPI വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ VIP വിമാനങ്ങൾ ഉപയോഗിക്കുന്ന പതാകകൾ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്രയാണ് ഇതിൽ പതാകയുടെ അളവായിട്ട് വരുന്നത്? 23ൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. 450 × 300 മില്ലിമീറ്ററാണ് റൈറ്റ് ആൻസർ. പൂർണ്ണമായും രാഷ്ട്രത്തിന് പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനാ അനുച്ഛേദം എന്ന് പറയുന്നത് 24ൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. 28(1) റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയെ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഭരണഘടനയെ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദമാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് അനുച്ഛേദം?
293 കേട്ടോ, 293. താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി, താഴെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ജസ്റ്റിസ് ഗോപാൽ വല്ലഭ് പട്നായിക് ആണ് കേട്ടോ. വിവരാവകാശ അപേക്ഷ നിരസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു വകുപ്പ്? 8ാം വകുപ്പാണ് കേട്ടോ. 8. ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സംരക്ഷിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല. ഈ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? ഏത് സ്വാതന്ത്ര്യ സമരകാലത്താണ് ഈ ഒരു വാക്കുകൾ ഉയർന്നു വന്നിട്ടുള്ളത്? ഓപ്ഷൻ സി, അമേരിക്കയുടെ കാലത്താണ് കേട്ടോ. ശിശുവിനും വാത്സല്യവും സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിൽ നിന്ന് വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്ക് സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം. ഏത് വർഷമാണ് UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്? 1989 നവംബർ 20 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എത്ര അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ബോഡിയാണ്? 30 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഏത് വർഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടത്? 1885 മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1929 ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ ആരായിരുന്നു? ലാഹോർ സമ്മേളനത്തിന് അധ്യക്ഷൻ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? ഫസൽ അലിയാണ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടത്തിയത്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടത്തിയത്. 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം എന്ന് പറയുന്നത് കാൺപൂർ ആണ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? വനിതാ വിഭാഗത്തിൻ്റെ പേര്? ക്യാപ്റ്റൻ ലക്ഷ്മി റെജിമെൻറ്റ് അല്ലേ? അല്ല കേട്ടോ, സോറി, തെറ്റിപ്പോയി. 37 റൈറ്റ് ആൻസർ. റാണി ഝാൻസി റെജിമെൻറ്റ് എന്തായിരുന്നു റൈറ്റ് ആൻസർ? 37 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ എ ആണ് കേട്ടോ. ഇനി സാന്താൾ കലാപം നടന്ന പ്രദേശം എവിടെയാണ്? സാന്താൾ കലാപം നടന്നിട്ടുള്ളത്? രാജ്മഹൽ കുന്നുകളിൽ അല്ലേ? ചുവടെ തന്നിട്ടുള്ളവയിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഇതിനകത്ത് ഏതാണ് ബാലഗംഗാധര തിലകൻ്റെ പത്രം എന്ന് പറയുന്നത്? ഏതാ? മറാത്തയാണല്ലേ, മറാത്ത. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യ വിക്ടോറിയയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു വിദേശ രാഷ്ട്രം എന്ന് പറയുന്നത്? 40 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ്. ഏതാ? സോവിയറ്റ് യൂണിയൻ ആണ്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ്. ചുവടെ തന്നിട്ടുള്ള കേരളത്തിൻ്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഇതിലേതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത്? കബനിയാണ് കിഴക്കോട്ടൊഴുകുന്നത് അല്ലേ? ഇനി കേരളത്തിലെ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം എന്നാണ്? കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല? ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിൽ. ചുവടെ തന്നിട്ടുള്ളവർ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? കായിക താരം KM ബീനാമോളാണ് കേട്ടോ. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയാണ്? ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസലാണ്. കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ കേരളത്തിലുണ്ട്? 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് കേരളത്തിൽ നിലവിലുള്ളത്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് ആരാണ്? എൻ്റെ കുമ്പളങ്ങി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്? പ്രൊഫസർ KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത്. ക്വിറ്റ് ഇന്ത്യ സമരം ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരം ഏതാണ്? കിഴിയൂർ ബോംബ് കേസാണ്. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്നിട്ടുള്ളത്? 52 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1949 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരാ? C ശങ്കരൻ നായരാണ്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരുടെയാണ് ആത്മവിദ്യാ സംഘം? വാഗ്ഭടാനന്ദനെയാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ചുവടെ തന്നിട്ടുള്ളവർ ചട്ടമ്പി സ്വാമി രചിച്ച ഗ്രന്ഥം താഴെ പറയുന്നവർ ചട്ടമ്പി സ്വാമി രചിച്ച ഗ്രന്ഥം ഏതാ? പ്രാചീന മലയാളമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം എന്താ? ക്ഷേത്രപ്രവേശന വിളംബരമാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്
ആരാണ്? കുമാരഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത്. വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുന്നത്? അതൊരു നാടകമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ സി കേശവനും ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? സി കേശവനുമായി ബന്ധപ്പെട്ട ചരിത്ര സംഭവം എന്ന് പറയുന്നത് കോഴഞ്ചേരി പ്രസംഗമാണ്. മനുഷ്യശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര? മനുഷ്യശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്ര വാരിയെല്ലുകളാണ് മനുഷ്യശരീരത്തിനുള്ളത്? 24. മനുഷ്യശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെട്ട അവയവം, മനുഷ്യശരീരത്തിൽ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? 62. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കരളിലാണ് യൂറിയ നിർമ്മിക്കപ്പെടുന്നത്. കാൽസ്യത്തിൻ്റെ അപര്യാപ്ത ശരീരത്തിന് ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുന്നത്? മേൽ പറഞ്ഞവയെല്ലാം പേശി പ്രവർത്തനം, രക്തം കട്ടപിടിക്കൽ, എല്ലിനെയും പല്ലിനെയും ഒക്കെ ആരോഗ്യത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്. മനുഷ്യശരീരത്തിൽ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? മനുഷ്യശരീരത്തിൽ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പ്ലാസ്മയിൽ കാണപ്പെടുന്നു എന്നതാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന, താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാമൊക്കെയാണ്? 1ഉം 4ഉം പ്രസ്താവന ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വെണ്ടയുടെ ഇനം? അനാമികയാണ് വെണ്ടയുടെ ഇനം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം, അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാ? വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ്. താഴെ തന്നിരിക്കുന്ന ഏത് സ്ഥലത്തെ കണ്ടൽ കാടുകളാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാളിലാണ്. വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നു. ബാക്ടീരിയ വിഭാഗത്തിലാണ് വിഘാടകർ പെടുന്നത്. ലോകത്തെ ഏറ്റവും അധികം ചാണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, ലോകത്ത് ഏറ്റവും അധികം ചാണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യയാണ്. ഇനി ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൽ വ്യത്യസ്ത ആറ്റങ്ങളെ ഡാഷ് എന്ന് പറയുന്നു. എന്തെന്ന് പറയുന്നു? ഐസോടോപ്പുകൾ എന്ന് പറയുന്നു. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്? മോസ്ലിയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറയുന്നത് ഏതാ? ഓക്സിജനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? താഴെ പറയുന്നവയിൽ അയണിൻ്റെ അയിര് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? ഹെമറ്റൈറ്റ് ആണ്. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം പോളിത്തീനാണ് അല്ലേ? പോളിത്തീനാണ്. സോറി, നൈലോൺ ആണ് കേട്ടോ. നൈലോൺ ആണ്, മാറിപ്പോയിട്ടുണ്ട്. നൈലോൺ ആണ്. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മികൾ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയാണ്? പ്രതിപതന കോണായിട്ട് വരിക? 60 ഡിഗ്രി തന്നെയാണ് കേട്ടോ. മഴത്തുള്ളികളുടെ ഗോളാകൃതിക്ക് കാരണമായിട്ടുള്ള ബലം, മഴത്തുള്ളികളുടെ ഗോളാകൃതി കാരണം പ്രതല ബലമാണ്. ഏതാണ്? പ്രതല ബലമാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണ്? ഖരവസ്തുക്കളിലാണ്. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് 4 ഡിഗ്രിയിലാണ്. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്ത വസ്തുവിൻ്റെ ഗതികോർജ്ജത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? ഇരട്ടിയാകുന്നു എന്നതാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. 2019 WHO ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത ആര് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ആരാണ് ആ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്? ഓപ്ഷൻ സി, സൗമ്യ സത്യനാഥനാണ്. ആരാണ്? സൗമ്യ സത്യനാഥനാണ്. ഡോക്ടർ കസ്തൂരി രംഗൻ സമിതി കേന്ദ്രത്തിൽ സമർപ്പിച്ച പുതിയ സ്കൂൾ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഘടന എപ്രകാരമായിരുന്നു? 5+3+3+4 എന്നതായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് പുറത്തിറക്കിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം എന്ത് ചിത്രമായിരുന്നു? 500 രൂപ നോട്ടിലുണ്ടായിരുന്നത് ചെങ്കോട്ടയുടെ ചിത്രമായിരുന്നു. 2024 ഒളിമ്പിക്സ് വേദി 2024 ഒളിമ്പിക്സ് വേദി ഏതായിരുന്നു? പാരീസ് ആയിരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ചിട്ട് അവയവം ദാനം ചെയ്യുന്ന പദ്ധതി ഏതാ? മൃദു സഞ്ജീവനിയാണ്. യുനെസ്കോയുടെ നേതൃത്വത്തിൽ അന്തർദേശീയ മാതൃഭാഷ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ ബി, ഫെബ്രുവരി 21. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുന്നതിനായി സംസ്ഥാന തലത്തിൽ രൂപം നൽകിയിട്ടുള്ള ലോകായുക്ത നിലവിലെ സംസ്ഥാനത്തെ ലോകായുക്ത ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ എ, ജസ്റ്റിസ് സിറിയക് ജോസഫാണ്. അടുത്തത് 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാവ്. 2019 ലോകകപ്പ് ക്രിക്കറ്റ് ജേതാവ് ആരാണ്? ഇംഗ്ലണ്ട് ആണ്. ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരുന്നത്? 1, 2, 3 പ്രസ്താവന എന്താണ്? 3 പ്രസ്താവനയും ശരി തന്നെയാണ്. 2019
2022 രാജ്യത്തെ എല്ലാവർക്കും വീടെന്ന ലക്ഷ്യം നേടുന്നതിനായി 2015 ജൂൺ 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ് ആ പദ്ധതി? പ്രധാനമന്ത്രി ആവാസ് യോജനയാണ്. ഹിമാലയൻ പർവ്വതത്തിലെ ഏറ്റവും തെക്ക് ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിവാലിക് എന്ന പേരിലാണ്. ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സിവാലിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 12 റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, വിഴിഞ്ഞമാണ്. എവിടെയാണ്? വിഴിഞ്ഞമാണ്. ഇനി ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആ ഇന്ത്യൻ സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുടെ കേന്ദ്രഭാഗമായിട്ടുള്ള നഗരം ഏത് എന്ന് ചോദിച്ചേക്കുന്നത് നാഗ്പൂറാണ്. നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാവേരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചേക്കുന്നു. 1ഉം 2ഉമാണ്. പുതിയക്കൽ നിക്ഷേപം ഗാദർ എന്നും കറുത്ത മണ്ണിനെ റീഗർ എന്നും വിളിക്കുന്നു. 1ഉം 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ എന്നാണ് ചോദിച്ചേക്കുന്നത്? മുംബൈയിലാണ്. 3 തലസ്ഥാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാ? ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഏത്? ഇന്ദിരാഗാന്ധി കനാൽ. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനം നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏതാണ്? ഗുജറാത്താണ്. അടുത്തത് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആരായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭരണഘടനാ ഭാഗം എന്ന് പറയുന്നത് 42ആണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് 2005ആണ്. ഇന്ത്യൻ ഭരണഘടന ഏതു ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്? ഭാഗം 3ലാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി ദേശീയ പതാകയിൽ കാണപ്പെടുന്ന അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളുണ്ടെന്ന് ചോദിച്ചേക്കുന്നത്? 24. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യാണ്. ആരാണ്? പിംഗലി വെങ്കയ്യ. ചുവടെ കൊടുത്തിരിക്കുന്നവ ഏതാണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടാത്തത്? ഏതാണ്? സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടാണ്? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ആരുടെ വാക്കുകളാണ്? അത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളാണ്. ഗാന്ധി ദണ്ഡിക്കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫലിനെയാണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച് റാണി ഗൈഡിലൂനെയാണ്. താഴെ കൊടുത്ത വ്യക്തികൾ ഇന്ന് 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കറാണ്. ബ്രിട്ടീഷ് സർക്കാർ ഏത് നിയമത്തിനെതിരെയാണ് ജനങ്ങൾ ജാലിയൻ വാല പ്രതിഷേധം ഒത്തുചേർന്നത്? റൗലത്ത് നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്. വിധിയുമായി കൂടിക്കാഴ്ച ആരുടെ അവിസ്മരണീയമായ പ്രസംഗമായിരുന്നു? വിധിയുമായി കൂടിക്കാഴ്ച? ജവഹർലാൽ നെഹ്റു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത മൈക്കിൾ ഒ ഡയറിനെ വധശിക്ഷ ഏറ്റുവാങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാളി ആരായിരുന്നു? ഉധം സിംഗ് ആയിരുന്നു. ആരായിരുന്നു? ഉധം സിംഗ് ആണ്. യക്ഷഗാനം എന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രചാരത്തിൽ കേരളത്തിലെ ജില്ല ഏത് ജില്ലയിലാണ്? യക്ഷഗാനം എന്ന് പറയുന്ന കലാരൂപം ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിച്ചത് കാസർഗോഡ് ജില്ലയിലാണ്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാ? വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഇതിലേതാണ് കിഴക്കോട്ടൊഴുകുന്ന നദി എന്ന് പറയുന്നത്? പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കിയാണ്. കേരളത്തിലെ ഔദ്യോഗിക പക്ഷി ഏതാ? മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിലെ ഔദ്യോഗിക പക്ഷി. പ്രാചീന തമിഴത്തിൽ തിണകളിൽ ഒന്നായ നെയ്തൽ ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള ഭൂവിഭാഗമാണ്? നെയ്തൽ തീരപ്രദേശമാണ്. കൊടങ്ങരം പള്ളമ്പുഴ ഏതു പ്രദേശം ബന്ധപ്പെട്ടിരിക്കുന്നു?
ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടാണ് കൊടങ്ങരം വള്ളംപുഴ? അട്ടപ്പാടിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ഭാരത സർക്കാരിൻ്റെ ദ്രോണാചാര്യ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ്? OM നമ്പ്യാറാണ്. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരുടെയാണ് ആത്മോപദേശ ശതകം എന്ന് പറയുന്നത്? ശ്രീനാരായണ ഗുരുവാണ്. കന്യാകുമാരി ശാസ്താംകോയിൽ ജനിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാ? വൈകുണ്ഠസ്വാമികളാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാസംഘം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ്റേതാണ് ആത്മവിദ്യാസംഘം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാ? വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് പൊയ്കയിൽ കുമാരഗുരുദേവൻ. വൈക്കം സത്യാഗ്രഹം ബന്ധപ്പെട്ട് സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭൻ. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണത്? വക്കം അബ്ദുൽ ഖാദർ. വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരള സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? അയ്യങ്കാളി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം രചിച്ചത് ആരാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമിയുടെ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആ ഹോർമോൺ എന്ന് പറയുന്നത് ഇൻസുലിനാണ്. ആരാണ്? ഇൻസുലിൻ. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പാണ് ഏത്? O ഗ്രൂപ്പ്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? വൈഡൽ ടെസ്റ്റ്? ടൈഫോയിഡ് ആണ്. മനുഷ്യശരീരത്തിൽ വാരിയെല്ലുകൾ എത്ര അസ്ഥികളുണ്ട്? എത്ര അസ്ഥികളാണുള്ളത്? 24 അസ്ഥികളാണ് വാരിയെല്ലിലുള്ളത്. ശരീരത്തെ കാൽസ്യം ആഗിരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം D ആണ്. കുടിവെള്ളത്തിൻ്റെ pH മൂല്യം എന്ന് പറയുന്നത് എത്രയാണ്? ഇത് ക്യാൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. ഭൂഖണ്ഡത്തിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ്? ഉരുളം കിഴങ്ങാണ്. പയറുവർഗ്ഗത്തിൽ ഉൾപ്പെടാത്ത വിത്തിനം ഹരിതയാണ്. ചന്ദ്രശങ്കര എന്ന സങ്കര ഇനം തെങ്ങ് ഏത് ഇനങ്ങളിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്? ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ചിൽ നിന്നാണ് വികസിപ്പിച്ചെടുത്തത്. താഴെ തന്നിരിക്കുന്ന ഈ ജോഡികളിൽ ഐസോട്ടോപ്പുകൾ ഏതെല്ലാമാണ് ഇതിൽ ഐസോട്ടോപ്പായിട്ട് വരുന്നത്? ഓപ്ഷൻ B ആണ് കേട്ടോ. 2ഉം 4ഉമാണ്. ബോക്സൈറ്റ് എന്ന ഏത് ലോഹത്തിൻ്റെ അയിരാണ്? അലുമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചേക്കുന്നത്? 73 റൈറ്റ് ആൻസർ ഓപ്ഷൻ C മോസ്ലി ആണ്. ഒരു ജലതന്മാത്രയിലെ ആകെ ആറ്റങ്ങൾ എന്ന് പറയുന്നത് C3 ആണ് കേട്ടോ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിൻ്റെ രാസസൂത്രം ഏത്? രാസസൂത്രമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B ആണ്. ഊർജ്ജത്തിൻ്റെ ഡയമെൻഷൻ സമവാക്യം ഏതാണ്? സമവാക്യമാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ B ആണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിൻ്റെ തിളനില എത്രയാണ് ജലത്തിൻ്റെ തിളനിലയായിട്ട് വരുന്നത്? 212 ഫാരൻഹീറ്റ് ആണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തിരഞ്ഞെടുക്കുക. ഏതാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത്? ജലത്തിനാണ് ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിത ഉള്ളത്. ഇനി പ്രകൃതിയിലെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വ ബലമാണ് ഏറ്റവും ശക്തി കുറഞ്ഞത്. അതിൻ്റെ കേൾവി പരിധി എന്ന് പറയുന്നത് എത്രയാണ്? കേൾവി പരിധി 20 മുതൽ 20 ഹെഡ്സ് മുതൽ 20,000 ഹെഡ്സ് വരെയാണ് കേൾവി പരിധിയായിട്ട് വരിക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാഗർ പരികർമ്മയെ പരിപാടിയുമായി ബന്ധമില്ലാത്തതേത്? ഏതാണ് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്? ഒന്ന് മാത്രമാണ്. സ്വച്ഛ് ഭാരത് അഭിയാനാണ് ബന്ധമില്ലാത്ത വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവ ഏതാണ് കേരള സഹ്യസ്തം പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 2 റൈറ്റ് ആൻസറായിട്ട് വരിക ഓപ്ഷൻ C ആണ് കേട്ടോ. 1ഉം 3ഉമാണ്. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, അതുപോലെ തന്നെ സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് ധനസഹായം നൽകുക എന്ന 2 ഓപ്ഷനാണ് റൈറ്റ് ആൻസറായിട്ട് വരിക. ഓപ്ഷൻ C ആണ്. 2021 25ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രവേളയിൽ സുവർണ ചകോര പുരസ്കാരം നേടിയ ചിത്രമേത് എന്ന് ചോദിച്ചേക്കുന്നത്? ഏതാണ് റൈറ്റ് ആൻസറായിട്ട് വരിക? ഓപ്ഷൻ D ആണ് കേട്ടോ. 2022 4ാമത്തെ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2020 ഫെബ്രുവരി 14 ഇന്ത്യയുടെ പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV C-52K ബഹിരാകാശത്ത് എത്തിച്ച ഉപഗ്രഹം ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്? ഏതാണ്?
ആ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഇനി ബുക്ക് പ്രൈസിന് താഴെ നൽകുന്ന ശരിയല്ലാത്ത പ്രസ്താവന, ബുക്ക് പ്രൈസുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. ഏതാണ്? 4 മാത്രമാണ്. 2020 ബുക്കർ പ്രൈസ് പുരസ്കാരത്തിന് അർഹമായ കൃതികൾ ദി ഡിസ്കംഫർട്ട് ഓഫ് ഈവനിങ് എന്ന് പറയുന്നത് ശരിയല്ലാത്ത. ബാക്കി 3 പ്രസ്താവനയും ശരിയാണ്. അവരുടെ ജന്മശതാബ്ദി സ്മരണാർത്ഥം ആരുടെ ജന്മശതാബ്ദി സ്മരണാർത്ഥമാണ് ഇന്ത്യൻ ധന മന്ത്രാലയം 100 രൂപ നാണയം പുറത്തിറക്കിയത്? ആരുടെയാണ്? ഓപ്ഷൻ A ആണ് കേട്ടോ. വിജയരാജ സിന്ധ്യയുടെയാണ്. ഓപ്ഷൻ A ആണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. 2023 അന്താരാഷ്ട്ര വർഷമായി UN പ്രഖ്യാപിച്ചത്. 2023 അന്താരാഷ്ട്ര വർഷമായി UN പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാണ്. മില്ലറ്റ് വർഷം. 15ാം കേരള നിയമസഭ ഏറ്റവും പ്രായം കൂടിയ അംഗം ഏതാണ്? ഏറ്റവും പ്രായം കൂടിയ അംഗം എന്ന് പറയുന്നത് ആരാണ്? PJ ജോസഫാണ്. കേരളത്തിൽ ആദ്യമായി കൊറോണ സാൾസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏത്? ഏത് ജില്ലയിലാണ് വൈറസ് ആദ്യമായിട്ട് സ്ഥിരീകരിക്കുന്നത്? തൃശ്ശൂർ ജില്ലയിലാണ്. വരണ്ട ഉഷ്ണക്കാറ്റായി ലൂ അനുഭവപ്പെടുന്ന ഋതു ഏതാണ്? ഋതു എന്ന് പറയുന്നത് ഉഷ്ണകാലമാണ്. ഇതാണ് ഉഷ്ണകാലം. ദേശീയലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ദേശീയലപാത 1 ഏതൊക്കെ സ്ഥലങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ അലഹബാദാണ്. ഉപദ്വീപ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഏതാണ്? ഇലപൊഴിയും കാടുകളാണ്. ഇലപൊഴിയും കാടുകൾ. തന്നിരിക്കുന്ന പ്രസ്താവന ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിക്കുന്നത്. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന? ഓപ്ഷൻ D പരുത്തി കൃഷി ചെയ്യുന്ന മേഖല എന്നതാണ്. ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയതേത്? ഇന്ത്യയിലെ പീഠഭൂമികളിൽ ഏറ്റവും വലിപ്പം കൂടിയെന്ന് പറയുന്നത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്ന സൂചനകളെ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യയിൽ ഉൽപ്പാദനം 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള റാബി വിളയാണ്. 10 ഡിഗ്രി മുതൽ 26 ഡിഗ്രി വരെ താപനില 70 സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ആവശ്യമാണ്. അപ്പോൾ ഏതാണ് ആ വിളയായിട്ട് വരിക? ഗോതമ്പാണ് കേട്ടോ. ഗോതമ്പാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. തഞ്ചാവൂർ ഏത് നദീരത്ത് സ്ഥിതി ചെയ്യുന്നു? തഞ്ചാവൂർ ഏത് നദീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? കാവേരിയിലാണ്. ലിബ്ലേക്ക് ചുരം ബന്ധിപ്പിക്കുന്ന ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിക്കുന്നത്? ഉത്തരാഖണ്ഡ്, ടിബറ്റാണ്. ചുവട് തവിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെയാണ് അറബിക്കടലിൽ പതിക്കുന്നത്? സിന്ധു, അതുപോലെ തന്നെ നർമ്മദ, പെരിയാർ എന്നിവയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ഭരണഘടന ഏത് അനുച്ഛേദത്തിലാണ് വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്? ഏത് ഭരണഘടന അനുച്ഛേദത്തിലാണ് അവകാശം ഉൾപ്പെട്ടിരിക്കുന്നത്? അനുച്ഛേദം 21A ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ 22 റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ A ആണ് അരുൺകുമാർ മിശ്ര. താഴെ പറയുന്നവയിൽ ഏത് തത്വമാണ് 42ാം ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്? ഏതാണ് കൂട്ടിച്ചേർത്തത്? സോഷ്യലിസമാണ്. ഇന്ത്യയുടെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ പ്രസിഡന്റ് എത്ര വിവരാവകാശ കമ്മീഷണർമാരും കൂടി നിയമിക്കാൻ കഴിയും? എത്ര പേരെ കൂടി നിയമിക്കാൻ കഴിയും? 10 പേരെ കൂടി നിയമിക്കാൻ കഴിയും. ബച്ചുപൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കൈലാസ് സത്യാർത്ഥിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഏത് ഭാഷയിലാണ്? ബംഗാളിയിലാണ്. ഇന്ത്യ ഗവൺമെൻറ് റുപ്പിയ എന്ന ചിഹ്നം രൂപയുടെ ചിഹ്നമായി സ്വീകരിച്ചത് എന്നാണ്? 2010 ജൂലൈ 15 മൗലിക കടമകൾ ഏത് വിദേശ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത്? എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറയുന്നത്? 29 റൈറ്റ് ആൻസർ ഓപ്ഷൻ B 1ഉം 3ഉമാണ്. 2005 വിവരാവകാശ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. ചെയർമാനെയും കമ്മീഷണർമാരെയും പ്രധാനമന്ത്രി നിയമിക്കുന്നു. 2000 ആ പ്രശ്നം തെറ്റാണ്. 2005 ഒക്ടോബർ 24 നിലവിൽ വന്നു. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സംവിധാനം നൽകുന്നത്? ഏതാണ് നൽകിയിരിക്കുന്നത്? മഹാരാഷ്ട്രയിലാണ് കേട്ടോ. മഹാരാഷ്ട്ര. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ തമ്മിലുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയായത് ജോഡി തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി എന്ന് പറയുന്നത്? 1869 ഒക്ടോബർ 1 ഗുജറാത്തിൽ പോൾബന്ദറിൽ ജനിച്ചു. ശരിയാണ്. 1915 ജനുവരി 9 ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യ തിരിച്ചെത്തി. ശരിയാണ്. അപ്പോൾ 1, 2 പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസറായിട്ട് വരിക. കോൺഗ്രസ് മിതവാദികളുടെ പട്ടികയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കോൺഗ്രസിൻ്റെ മിതവാദിക പട്ടികയിൽ നിന്നും ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് എന്ത് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? ഈ പ്രസ്താവന ഈ ഒരു ചോദ്യം ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ.
1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി കണ്ടെത്തുക. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ ജോഡി ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ റൗലറ്റ് ആക്റ്റും ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. അതുപോലെ കൂട്ടക്കൊല അന്വേഷിക്കാൻ സർക്കാർ നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ, തെറ്റാണ്. കൂട്ടക്കൊല പ്രതിഷേധിച്ച് രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാനം ഉപേക്ഷിച്ചു, ശരിയാണ്. അപ്പോൾ 1, 3 പ്രസ്താവന ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപവൽക്കരണം ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്? ഇന്ത്യൻ ഭാഷാടിസ്ഥാന രൂപം കൊണ്ട സംസ്ഥാനമാണ് ഡൽഹി. പ്രസ്താവന തെറ്റാണ്. 1956 നവംബർ 1 തീയതി ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിച്ചു, ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്, അതും ശരിയാണ്. 2ഉം 3ഉമാണ് ശരിയായിട്ടുണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1857 കലാപം ബന്ധപ്പെട്ട് കേന്ദ്രങ്ങളും അവിടുത്തെ കലാപ നേതാക്കളും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? ഡൽഹി ബിഹമർസ്തു മഹാൽ തെറ്റാണ്. ഝാൻസി റാണി ലക്ഷ്മിബായ് ശരിയാണ്. കാൺപൂർ നാനാ സാഹിബ് ശരിയാണ്. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ തന്നിരിക്കുന്ന സാമൂഹ്യ മത പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അവിടെ സ്ഥാപകരും എന്ന ഗ്രൂപ്പിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരിക? ഏതൊക്കെയാണ്? സേവാസമിതി MN ജോഷി തെറ്റാണ്. സർവൻറ്റ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ്. ആര്യസമാജം സ്വാമി ദയാനന്ദ സരസ്വതി ശരിയാണ്. അത് 2ഉം 3ഉം ശരിയായതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? മുംബൈ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിൽ ആദ്യ റെയിൽവേ ലൈൻ നിർമ്മിച്ചത് ഇദ്ദേഹം കാലത്താണ്, ശരിയാണോ? ശരിയാണ്. ആധുനിക ഇന്ത്യയുടെ നിർമ്മദാതാവ് വിശേഷിപ്പിക്കപ്പെടുന്നു, ശരിയാണ്. സതി സമ്പ്രദായം, ശിശുഹസ്തി എന്നിവ നിരോധിച്ച ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്, തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ നാട്ടുരാജ്യ സംയോജന പ്രക്രിയ പങ്കുവച്ച വ്യക്തി ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരിക? 38 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 1ഉം 3ഉമാണ്, അതായത് VP മേനോനും അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലുമാണ് ശരിയായിട്ട് വരുന്നത്. രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗാനം എന്ന വിഭാഗത്തിൽ ശരിയായവ ഏതൊക്കെയാണ് അതിൽ ശരിയായിട്ട് വരുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോറാണ് ശരി. ദേശീയ ദേശീയ ഗാനമായ സോനാർ ബംഗ്ലാ ടാഗോർ ആണ് രചിച്ചത്. 2ഉം അപ്പോൾ 1, 2 പ്രസ്താവനയാണ് ശരി. വർത്തമാന പത്രവും ബന്ധപ്പെട്ട ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? 1ഉം അതുപോലെ തന്നെ 2ഉമാണ് ശരിയായിട്ട് വരുന്നത്. 41ാമത്തെ ചോദ്യം നോക്കിയേ. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും പട്ടികയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് കോട്ടയം ശരിയാണോ? ശരിയാണ്. HSMD ലിമിറ്റഡ് എറണാകുളം ശരിയാണോ? അതും ശരിയാണ്. ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ് തിരുവനന്തപുരം ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ തന്നിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികളുടെയും അവയുമായി ബന്ധപ്പെട്ട നദികളുടെയും പട്ടികയിൽ ശരിയായത് ഏത് എന്ന് ചോദിച്ചേക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? നേരിയ മംഗലം ജലവൈദ്യുത പദ്ധതി ചാലക്കുടി പുഴ ആണോ? അല്ല, തെറ്റാണ്. കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി നദി ശരിയാണോ? ശരിയാണ്. ശബരിഗിരി ജലവൈദ്യുത പദ്ധതി പാമ്പാർ ശരിയാണോ? ശരിയാണ്. അപ്പോൾ 2ഉം 3ഉമാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം. തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും കേരളത്തെ സാംസ്കാരിക സ്ഥാപനം അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? 1 തുഞ്ചൻ സ്മാരകം തിരൂര് ശരിയാണോ? തുഞ്ചൻ സ്മാരകം തിരൂര് നോക്കിക്കേ, ശരിയാണല്ലേ. അടുത്തത് കുഞ്ചൻ സ്മാരകം. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതകളും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. കുഞ്ചൻ സ്മാരകം എന്ന് കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളുടെയും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇതിൽ ശരിയായ ജോഡി എന്ന് പറയുന്നത്? 43 ഏതൊക്കെയാണ്? തുഞ്ചൻ സ്മാരകം തിരൂര് ശരിയാണോ? ശരിയാണ്. കുഞ്ചൻ സ്മാരകം കിള്ളിക്കുറിശി മംഗലം ശരിയാണോ? നോക്കിക്കേ,
ശരിയാണല്ലേ. വള്ളത്തോൾ മ്യൂസിയം കൊല്ലം, ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ നേടിയ കവിതയും കവികളും ചുവടെ തന്നിരിക്കുന്നു. ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് അതിൽ ശരിയായ ജോഡിയായിട്ട് വരുന്നത്? വിശ്വദർശനം ജി ശങ്കരക്കുറുപ്പ്, ശരിയാണോ? ശരിയാണ്. അവിൽപ്പൊതി വെള്ളിക്കുളം ഗോപാലകുറുപ്പ്, ശരിയാണോ? തെറ്റാണ്. മുത്തശ്ശി എൻ ബാലാമണി അമ്മ, ശരിയാണോ? ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരള നദികൾ അവയുടെ ഉത്ഭവ സ്ഥാനവും അടിസ്ഥാനമാക്കി ശരിയായ ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതാണ് ശരിയായ ഉത്തരം വരുന്നത്? 45. പാമ്പ പുളിച്ചിമല, ശരിയാണോ? ശരിയാണല്ലേ. ഇനി ചാലക്കുടി പുഴ ആനമല, ശരിയാണോ? ശരിയാണ്. അച്ചൻകോവിലാർ പമ്പാ നദി, ശരിയാണോ? തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. പശ്ചിമഘട്ടം കടന്നു പോകുന്ന ചില സംസ്ഥാനങ്ങളും താഴെ തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. 46 റൈറ്റ് ആൻസർ ഏതാണ്? ആന്ധ്രാപ്രദേശ് ഉണ്ടോ? ആന്ധ്രാപ്രദേശ് ഉണ്ട്. ഗോവയുണ്ടോ? ഗോവ ഉണ്ടോ? നോക്കിക്കേ. 46 റൈറ്റ് ആൻസർ ഏതാണ്? ഗോവയില്ല കേട്ടോ. ഇനി കർണാടകമുണ്ട്. അപ്പോൾ 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് കുടുംബശ്രീ സംവിധാനത്തെക്കുറിച്ച് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ അടിസ്ഥാനത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. കുടുംബശ്രീയുടെ സംവിധാനത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായ ജോഡി? സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് രൂപം നൽകിയ സാമൂഹ്യ സംഘടനാ സംവിധാനമാണ് കുടുംബശ്രീ, ശരിയാണോ? ശരിയാണ്. ഈ സമൂഹ സംഘടന സ്ഥാപനത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് 3 വർഷത്തിലൊരിക്കൽ നടത്തേണ്ടതാണ്, ശരിയാണോ? അതും ശരിയാണ്. കുടുംബശ്രീ ത്രിതല സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി ADS, ശരിയാണോ? തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ട് വരിക. കേരളത്തിൽ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ഗ്രൂപ്പിൽ നൽകിയിട്ടുണ്ട്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായ ജോഡിയെന്ന് നമുക്ക് നോക്കാം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം മലപ്പുറം, ശരിയാണോ? പ്രസ്താവന തെറ്റാണ്. പീച്ചി വാഴനി വന്യജീവി സങ്കേതം തൃശ്ശൂർ, ശരിയാണോ? ശരിയാണ്. നെയ്യാർ വന്യജീവി സങ്കേതം തിരുവനന്തപുരം, ശരിയാണോ? ശരിയാണ്. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അടുത്തത് 1ാം EMS മന്ത്രിസഭയിൽ മന്ത്രിമാരും വകുപ്പുകളും ഉൾപ്പെടുന്ന ലിസ്റ്റിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. ഏതാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്? PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, VR കൃഷ്ണൻ അയ്യർ വ്യവസായം, ഡോക്ടർ MR മേനോൻ ആരോഗ്യം. ഏതൊക്കെയാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? VK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം, ശരിയാണോ? ശരിയാണ്. VR കൃഷ്ണൻ അയ്യർ വ്യവസായം തെറ്റാണ്. ഡോക്ടർ MR മേനോൻ ആരോഗ്യം, ശരിയാണ്. 1ഉം 3ഉമാണ് ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേരളത്തിലെ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും കാണിച്ചിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കൊച്ചി, ശരിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയം ആലപ്പുഴ, തെറ്റാണ്. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയം തിരുവനന്തപുരം, ശരിയാണ്. 1ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നവോത്ഥാന നായകന്മാരും കൃതികളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ട് ജോഡി? വൈകുണ്ഠസ്വാമികൾ അഖിലത്തിരുട്ട്, ശരിയാണോ? ശരിയാണ്. വാഗ്ഭടാനന്ദം വിവേകാനന്ദ സന്ദേശം, ശരിയാണോ? തെറ്റാണ്. ചാവറ കുര്യാക്കോസ് ഏലിയാസ് ആത്മാനുതാപം, ശരിയാണോ? അതും ശരിയാണ്. 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരിക. കേരളത്തിലെ പത്രങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളും തന്നിരിക്കുന്നു. അവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നാടകങ്ങളും അവയുടെ രചയിതാക്കളും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. നാടകങ്ങളും അവയുടെ ഗ്രൂപ്പിൽ നിന്നും ശരിയായിട്ടുള്ള ഉത്തരം കണ്ടെത്തുക. ഋതുമതി പ്രേംജി, ശരിയാണ്. അടുക്കളയിൽ നരങ്ങത്തേക്ക് VT ഭട്ടതിരിപ്പാട്, ശരിയാണ്. പാട്ടബാക്കി KPR ഗോപാലൻ, തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നവോത്ഥാന ചിന്തകരും യഥാർത്ഥ പേരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയായ ഉത്തരം കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ട് വരിക? 54 റൈറ്റ് ആൻസർ ഏതാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദൻ, ശരിയാണോ? തെറ്റാണ്. തൈക്കാട് അയ്യ സുബരയ്യാർ, ശരിയാണ്. ചിന്മയാനന്ദ സ്വാമികൾ ബാലകൃഷ്ണ മേനോൻ, ശരിയാണ്. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. വൈക്കം സത്യാഗ്രഹം നേതൃത്വം കൊടുത്തവരും കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്തുക. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? 2ഉം 3ഉമാണ്. TK മാധവനും KP കേശവ മേനോനുമാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് ഇവിടെ വരുന്നത്. സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയെ
കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. അത് ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1863 തിരുവനന്തപുരത്തിനടുത്ത് വെങ്ങാനൂർ ജനിച്ചു. ശരിയാണോ? ശരിയാണ്. പുലയരുടെ രാജാവെന്ന് അയ്യങ്കാളി വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു ആണ്. തെറ്റാണ്. 1907 സാർവജനിക പരിപാലന സംഘം സ്ഥാപിച്ചു. ശരിയാണ്. അപ്പോൾ 1, 3 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മന്നത്തു പത്മനാഭനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന പരിശോധിച്ച് ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. നായർ സമുദായ ഉന്നമനത്തിനായി നായർ ഭൃത്യ സംഘം സ്ഥാപിച്ചു. ശരിയാണ്. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തെ തുളച്ച് മന്നത്തിന് നേതൃത്വം സവർണ ജാഥ നടത്തി. ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികൾ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. EMS നമ്പൂതിരിപ്പാട് എഴുതിയ കൃതികളിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരുന്നത്? ഈ ചോദ്യം PSC ക്യാൻസൽ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായ ജോഡി കണ്ടെത്തുക. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ജോഡി. തിരുവിതാംകൂർ ഉന്നത ഉദ്യോഗങ്ങളിൽ തമിഴ് ബ്രാഹ്മണർ വഹിച്ചിരുന്ന അപ്രമാദത്തിനെതിരെ 10,000-ലധികം പേർ ഒപ്പിട്ട ഭീമ ഹർജി മഹാരാജാവിന് സമർപ്പിച്ചു. ശരിയാണ്. ഡോക്ടർ പൽപ്പുവാണ് മലയാളി മെമ്മോറിയൽ നേതൃത്വം നൽകിയത്. തെറ്റാണ്. 1891 മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. ശരിയാണോ? അത് ശരിയാണ്. 1, 3 ശരി. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത നേതാക്കൾ ഉൾപ്പെടുന്ന ഉത്തരം കണ്ടെത്തുക. ആരാണ് കയ്യൂർ സമരത്തിൽ പങ്കെടുത്തത്? നോക്കിക്കേ. കുഞ്ഞമ്പു നായരും ചീരുകണ്ടലുമാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. മനുഷ്യശരീരത്തിൽ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഇനാമലാണ്. താഴെ തന്നിട്ടുള്ള ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ഏതാണ് ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഈ ചോദ്യം PSC ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. രാജകീയ രോഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ്? രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ് രാജകീയ രോഗം എന്നറിയപ്പെടുന്നത്. മികച്ച ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ആരോഗ്യരംഗത്ത് സർക്കാർ സേവനങ്ങൾ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ഏതാണ് ആ പദ്ധതി? ആർദ്രമാണല്ലേ. ആർദ്രം. കണ്ണിൻ്റെ സുഗമമായ പ്രവർത്തനം ആവശ്യമായിട്ടുള്ള ജീവകം A ആണ്. കേരളത്തിലെ പ്രധാന കാർഷിക ഗവേഷണ സ്ഥാപനവും അവയുടെ ആസ്ഥാനവും ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? 66 റൈറ്റ് ആൻസർ ഏതൊക്കെയാണ്? കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ശരിയാണോ? തെറ്റാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് കോഴിക്കോട്. ശരിയാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം തിരുവനന്തപുരം. തെറ്റാണ്. കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ. ശരിയാണ്. 2ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നതിൽ കേരളത്തിലെ നെല്ലിനങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട നെല്ലിനങ്ങളായിട്ട് വരുന്നത്? പവിത്രയും അന്നപൂർണയുമാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മലിനമായ കുടിവെള്ള ഉപയോഗത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാമാണ്? ഡയേറിയ, ടൈഫോയിഡ് ആൻഡ് കോളറ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു. പ്രസ്താവന ശരിയാണോ? ശരിയാണ്. അതുപോലെ കാർബൺ ഡയോക്സൈഡ് രക്തത്തിൽ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. തെറ്റാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തുന്നുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നു. ശരിയാണ്. 2ഉം 3ഉം ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഏതാണ് തെറ്റായ ജോഡിയായിട്ട് വരുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനമാണോ? ദേശീയോദ്യാനമാണ്. ചെന്തുരുണി വന്യജീവി സങ്കേതമാണോ? വന്യജീവി സങ്കേതമാണ്. ഇരവികുളം വന്യജീവി സങ്കേതമാണോ? തെറ്റാണ്. നെയ്യാർ ദേശീയോദ്യാനമാണോ? അതും തെറ്റാണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. തെറ്റായ ജോഡി ഏത്? 71ാമത്തെ ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായ ജോഡി ഇതിൽ ഓപ്ഷൻ ബി വൈറ്റമിൻ സി, കാർബൺ, ക്ലോറിൻ, ഹൈഡ്രജൻ എന്നതാണ് കേട്ടോ തെറ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിന് ഉൾപ്പെടാത്ത ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. മഗ്നീഷ്യമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപലോഹങ്ങളുടെ വർഗ്ഗത്തിൽ പെടുന്നവ ഏതാണ് ഉപലോഹങ്ങളുടെ വർഗ്ഗത്തിൽ പെടുന്നവ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. സിങ്കും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജനാണ്. രാസവസ്തുക്കളുടെ രാജാവ് എന്ന സൾഫ്യൂരിക് അമ്ലം അറിയപ്പെടുന്നു. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? ഏതെല്ലാം സന്ദർഭത്തിലാണ് സൾഫ്യൂരിക് അമ്ലം ഉപയോഗിക്കുന്നത്? രാസവളത്തിന് നിർമ്മാണം. ശരിയാണോ? ശരിയാണ്. മഷിയുടെ നിർമ്മാണം. ശരിയാണോ? തെറ്റാണ്. പാഴ്ജല ശുദ്ധീകരണം. ശരിയാണോ? ശരിയാണ്. ഭക്ഷണത്തിൻ്റെ ദഹനം. തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം ശരി റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക കേട്ടോ.
ഒരു ഗോളി ദർപ്പണത്തിൻ്റെ വക്രത ആരം 30 സെൻറ്റിമീറ്റർ ആണ്. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ് ഫോക്കസ് ദൂരമായിട്ട് വരിക? 15 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 15 സെൻറ്റിമീറ്റർ. എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം? എന്തിൻ്റെ യൂണിറ്റാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്? ദൂരത്തിൻ്റെയാണ്. 20 ഹെർട്സിൽ താഴെ ആവർത്തിച്ച ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവർത്തിച്ചുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനയുടെ ശരിയായവ തിരഞ്ഞെടുക്കുക. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ്. വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ കേൾക്കാനും സാധിക്കും. ശരിയാണ്. സോണാർ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം? നെഗറ്റീവ് പ്രവൃത്തിക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് പ്രസ്താവന. ഓപ്ഷൻ തെറ്റാണ്. ഒരു വസ്തു ഉയർത്തുമ്പോൾ ഗുരുത്വാകർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി ശരിയാണ്. ഒരു വസ്തു ചെരിവ് തലത്തിൽ താഴേക്ക് നിരങ്ങി നീങ്ങുമ്പോൾ കർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി അതും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നിശ്ചലാവസ്ഥയിലെ ഒരു ലോറിയുടെ പ്രവേഗം 5 സെക്കൻഡ് കൊണ്ട് 30 മീറ്റർ പെർ സെക്കൻഡ് എന്നായ ലോറിയുടെ ത്വരണം എത്രയായിരിക്കും ലോറിയുടെ ത്വരണം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. 6 റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. COVID-19 തടയുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി കർഫ്യൂ ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ് കേട്ടോ. പഞ്ചാബ്. മനുഷ്യശരീരത്തിൽ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത്? രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ശരിയാണോ? ശരിയാണ്. എറിത്രോക്സിസ് എന്നാണ് ശേഖര രക്തമാണ് അറിയപ്പെടുന്നത്. തെറ്റാണ്. ഹീമോഗ്ലോബിൻ അടങ്ങിയ മൂലമാണ് ഇരുമ്പ്. ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുമിൻ. തെറ്റാണ് കേട്ടോ. അപ്പോൾ 1ഉം 3ഉമാണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 2021 അന്തരിച്ച യശ്പാൽ ശർമ്മ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫുട്ബോൾ ടീം സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂറാണ്. ഇന്ത്യയുടെ 2ാമത്തെ ചാന്ദ്രപരിവേഷണ ദൗത്യമായി ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ് വിക്ഷേപിച്ചത്? 2019 ജൂലൈ 22-ാം തീയതിയാണ്. 2020 കേരളത്തിൽ നിന്ന് പത്മശ്രീ അവാർഡ് ലഭിച്ച സാമൂഹ്യ പ്രവർത്തക ആരാണ്? KV റാബിയാണ് കേട്ടോ. KV റാബിയ. കേരളത്തിൽ ഇപ്പോൾ 2ാമത്തെ മുഖ്യമന്ത്രി. കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിലെ 2ാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ളിയാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള പാണിനി എന്നറിയപ്പെടുന്നത് MR രാജരാജവർമ്മയാണ്. 67ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രം ഏതാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നതാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനമാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം എന്ന് പറയുന്നത് ദ്രാസ് ആണ്. ഇന്ത്യയുടെ ശീത മരുഭൂമി ഏതാണ്? ഇന്ത്യയുടെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് ദേശീയ ജലപാത 1 എന്തിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? അലഹബാദ് ഹാൽഡിയെയാണ് ബന്ധിപ്പിക്കുന്നത്. വീരേശ്വര അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് 16 റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി കർണാടകയാണ്. ഏതരം കൽക്കരിയാണ് തമിഴ്നാട്ടിൽ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? ഏതരം കൽക്കരിയാണ്? ലിഗ്നൈറ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത് ജാരിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് ദിഗ്ബോയിലാണ്. കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് എവിടെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? റോഹ മുതൽ മംഗലാപുരം വരെയാണ്. ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനയും ശരിയായിട്ടുള്ളത് ഭാഗം 3 ഉൾപ്പെട്ടിരിക്കുന്നു. റഷ്യൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടതാണോ? തെറ്റാണ്. ന്യായവാദപരമായതാണ്. ശരിയാണ്. സ്വത്തവകാശത്തെ ഒഴിവാക്കി. ശരിയാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മൗലിക കടമകളിൽ ഉൾപ്പെടാത്തവ ഏത്? മൗലിക കടമകളിൽ ഉൾപ്പെടാത്ത ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് മൗലിക കടമകളിൽ ഉൾപ്പെടാത്തതായിട്ട് വരുന്നത്? ഏതൊക്കെയാ നോക്കിക്കേ.
തുല്യമായ ജോലിക്ക് സ്ത്രീകൾക്കും പുരുഷനും തുല്യ വേതനം ശരിയാണ്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമാധാന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷ രചിച്ച ദേശഭക്തി ഗാനമാണ് വന്ദേമാതരം. ശരിയാണോ? തെറ്റാണ്. ശങ്കരാഭരണ രാഗത്തിലാണ് വന്ദേമാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരിയാണോ? നോക്കിക്കേ, തെറ്റാണ്. ജഗ്നാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതരൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേദശിന്ദിനി എന്ന നോവൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. പ്രസ്താവന തെറ്റാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കേട്ടോ. വിദ്യാഭ്യാസത്തിന് അവകാശം ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തവ ഏതെന്ന് കണ്ടെത്തുക. ശരിയല്ലാത്തവയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? 76-ാം ഭരണഘടന ഭേദഗതി മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തി എന്ന പ്രസ്താവനയാണ് ശരി അല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ്? 12 ഒക്ടോബർ 1993 നിലവിൽ വന്നു. ശരിയാണോ? ശരിയാണ്. ആദ്യ അധ്യക്ഷൻ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം. തെറ്റാണ്. ചെയർമാൻ നിയമിക്കുന്ന ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ശരിയാണ്. 1, 3 ശരിയായതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഇന്ത്യ ദേശീയ പതാകയും ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായിട്ടുള്ളത്. ഇന്ത്യ ദേശീയ പതാകയും ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് തിരച്ചീന മുകളിൽ കുങ്കുമ നിറം, നടുക്ക് വെള്ള നിറം, താഴെ പച്ച നിറം. ശരിയാണോ? ശരിയാണ്. അതുപോലെ തന്നെ 2002 ഇന്ത്യൻ ദേശീയ നിയമത്തിൽ 3 ഭാഗങ്ങളുണ്ട്. ശരിയാണ്. നീളം വീതി നമ്മുടെ അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് മില്ലിമീറ്ററിൽ 3600 × 2400 തെറ്റാണ്. ഗ്രാമീണ വികസന കാര്യ അന്വേഷണ സമിതി നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നത്. ശരിയാണോ? ശരിയാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ദേശീയ ഗാനം ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ദേശീയ ഗാനം ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്ത എന്ന് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം. ശരിയാണോ? ശരിയല്ല. ആദ്യമേ ആലപിച്ച് സരളാദേവി ചൗധരി തന്നെയാണ്. ശരിയാണ്. 26 ജനുവരി 1950 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ചത്. തെറ്റാണ്. മദൻ മോഹൻ മാളവ്യ അധ്യക്ഷൻ INC സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കപ്പെട്ടത്. തെറ്റാണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ 2 വനിതകൾ ആരെല്ലാമാണ്? 28 റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ. സുഷമ സിംഗ് ആൻഡ് ദീപക് സന്ധു ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ശരിയായ ജോഡി ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് ശരിയായിട്ടുള്ള ജോഡി വരുന്നത്? MKS വിവരാവകാശം വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. ശരിയാണോ? ശരിയാണ്. സ്വത്തവകാശ നിയമപരമായ അവകാശമാണ്. ശരിയാണ്. ബഹുമതികൾ റദ്ദാക്കാൻ മൗലിക അവകാശം. ശരിയാണ്. ഇന്ത്യൻ ഭരണയുടെ 4A മൗലിക കടമകൾ. ശരിയാണ്. അപ്പോൾ 4 പ്രസ്താവന എന്താണ്? ശരിയാണ്. ദേശീയ മുദ്രയെ അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. ദേശീയ മുദ്രയായിട്ട് അശോക സ്തംഭത്തെ അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 26-നാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുന്ന മുദ്രാവാക്യം ഗാന്ധി ഏത് പ്രക്ഷോഭം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഗാന്ധി രാഷ്ട്രീയ ഗുരു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സാറേ ജഹാംസി അച്ഛൻ രചിച്ചത് ആര്? ആ ഗാനം രചിച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാലാണത് രചിച്ചത്. താഴെ പറഞ്ഞ പ്രസ്താവന 1929 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ബന്ധമില്ലാത്തത് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ബന്ധമില്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഏതൊക്കെയാണ് അത് ബന്ധമില്ലാത്തതായിട്ട് വരുന്നത്? 34 ഗാന്ധിജിയെ കോൺഗ്രസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തു. ബന്ധമില്ലാത്തതാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി രാജ്യമെമ്പാടും കൊണ്ടാടാൻ തീരുമാനിച്ചു. ബന്ധമുള്ളതാണ്. കോൺഗ്രസിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്യമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. ബന്ധമുള്ളതാണ്. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ശരിയാണോ? അത് ഏതാണ് ശരിയായിട്ട് വരുന്നത്? അതും ബന്ധമില്ലാത്തതാണ്. അപ്പോൾ 1ഉം 4ഉം ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 1920 ചൗരി ചൗര സംഭവം തുടർന്ന് പിൻവലിച്ച ദേശീയ പ്രക്ഷോഭം. ചൗരി ചൗര സംഭവം ബന്ധപ്പെട്ട് പിൻവലിക്കപ്പെട്ടത് നിസ്സഹരണ പ്രസ്ഥാനമാണ്. 1928 സർദാർ വല്ലഭായ് പട്ടേൽ ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി സംഘടിപ്പിച്ച സത്യാഗ്രഹം ഏതായിരുന്നു? ബർദോളിനി സത്യാഗ്രഹമാണ്. ബർദോളിനി. ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധമുള്ള നേതാക്കൾ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഹോം റൂൾ പ്രസ്ഥാനം ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? ആനി ബസന്റ് ആൻഡ് ബാലഗംഗാധര തിലകാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം. ഏതാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം. ഗാന്ധിജി എന്നാണ് വെടിയേറ്റ് മരിച്ചത്?
1948 ജനുവരി 30 അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. ചെമ്പഴന്തി ഗ്രാമത്തിൽ ജനിച്ച കേരളത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് ഏത്? പയ്യന്നൂർ എന്ന് പറയുന്നത്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാടിൻ്റെയാണ് 1.25 കോടി മലയാളികൾ. ചുവടെ കൊടുത്തിരിക്കുന്ന മലബാർ കലാപവും ബന്ധമില്ലാത്ത ശരിയായ ജോഡി തിരഞ്ഞെടുത്തേക്കുക. ഏതൊക്കെയാണ് ബന്ധമില്ലാത്തത്? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല ബന്ധമില്ലാത്തതാണ്. അതുപോലെ തന്നെ വാഗൺ ട്രാജഡി ബന്ധമുള്ളതാണ്. 1919 ഏപ്രിൽ 13 നടന്ന സംഭവം ബന്ധമില്ലാത്തതാണ്. വാരിയം കുന്നത്ത് മുഹമ്മദ് സാജി സീതക്കോയ തങ്ങൾ എന്നിവർ നേതാക്കന്മാരായിരുന്നു. ബന്ധമുള്ളതാണ്. അപ്പോൾ ബന്ധമില്ലാത്ത ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 നടന്ന സംഭവമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയാണ്. സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സവർണ ജാഥ അത് മന്നത്തു പത്മനാഭനാണ്. താഴെ പറയുന്നവയിൽ ശരിയായ കാലക്രമണത്തിൽ കണ്ടെത്തുക. പറയുന്നത് ശരിയായിട്ടുള്ള കാലക്രമം കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത്. വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം എന്നിവയാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏത് വർഷമാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്? 1946. ആധുനിക കാലത്ത് മഹാത്ഭുതം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിൻ്റെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടു കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാ? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ കടൽത്തീരത്തിന് ദൈർഘ്യമാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് കേരളത്തിൽ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്? 580 കിലോമീറ്ററാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളായി ശരിയായ ജോഡികൾ തന്നിരിക്കുന്നു, തിരഞ്ഞെടുക്കുക. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി ഏതൊക്കെയാണ്? നോക്കിക്കേ, പാമ്പാറാൻ, ഭവാനി 2ഉം 3ഉമാണല്ലേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച വർഷം എന്താണ്? കേരളത്തിൽ ആദ്യ റെയിൽപാത പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് 1861 മാർച്ച് 12 കേരളത്തിലെ കൂർഗുമായി ബന്ധിപ്പിക്കുന്ന ചുരം എന്ന് പറയുന്നത് പേരാമ്പാടി ചുരമാണ് കേട്ടോ. പേരാമ്പാടി ചുരം. മാമ്പാകം നടന്ന തിരുനാവായ ഏത് നദിയുടെ തീരത്താണ്? ഭാരതപ്പുഴയുടെ തീരത്താണ്. യവനപ്രിയ എന്ന് അറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. യവനപ്രിയ എന്ന് പറഞ്ഞ ഏത് സുഗന്ധദ്രവ്യമാണ്? കുരുമുളകാണ് കേട്ടോ. പൂർണ്ണ മലയാളത്തിൽ ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. PR ശ്രീജേഷ് താഴെ പറയുന്ന ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാരിയെല്ലുകൾ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? വാരിയെല്ലുകളുടെ ആകെ അസ്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് 24. ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചത്? റെനെ ലെനക്കാണ് കേട്ടോ. പൂർണ്ണ അവലംബരായവരെ പരിചരിക്കുന്നതിന് പ്രതിമാസ ധനസഹായം നൽകുന്ന കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി ഏതെന്ന് ചോദിച്ചേക്കുന്നത്? 63 റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആശ്വാസ് കിരണാണ് കേട്ടോ. ജീവകം സിയുടെ അപര്യാപ്തം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? സ്കേർവിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഈച്ച മുഖേന പകരുന്ന രോഗം എന്ന് ചോദിച്ചേക്കുന്നത് ഏതാണ്? കോളറയാണ് കേട്ടോ. കോളറ. ആഗോളതാപനത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? ആഗോളതാപനത്തിന് കാരണമല്ലാത്ത വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ്. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കരയിനമാണ്? വെണ്ടയുടെ സങ്കരയിനമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. എവിടെയാണ്? കോഴിക്കോടാണ്. പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയ പഠനം നടത്തുന്നതിനായി തുടങ്ങിയ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് ആരംഭിച്ചത്? ആനി അഗർവാളാണ് കേട്ടോ. സൈലന്റ് വാലി ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? സൈലന്റ് വാലി പാർക്കായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത് ബോക്സൈറ്റ് ആണ്. ഇരുമ്പിൻ്റെ ധാതു അല്ലാത്തത്. താഴെ തരുന്ന പ്രസ്താവന ശരിയായവ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടല്ലാത്ത ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്? ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ് കേട്ടോ ശരിയല്ലാത്തതായിട്ട് വരിക. ഒരു ഓർബിറ്റ് ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2n² ആണ്. ആധുനിക ആവർത്തന പട്ടികയും ബന്ധപ്പെട്ട ശരിയല്ലാത്ത ഏതെല്ലാം? ആധുനിക ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതൊക്കെയാണ്?
ആധുനിക ഉപജ്ഞാത മെന്റലി ആണ് പ്രസ്താവന. പിന്നെ അതുപോലെ തന്നെ ആധുനിക ആവർത്തനപ്പട്ടിക മൂലങ്ങൾ ആറ്റോമിക് മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ വിന്യസിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ജലം, ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നീ രണ്ട് സംയുക്തങ്ങളെ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥയുടെ തുക എത്രയാണ്? -3 ആണ്. ബലത്തിൻ്റെ യൂണിറ്റ് ഏത്? ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണ്? ഭൂമിയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനാണ്. മാധ്യമത്തിന് സഹായമില്ലാത്ത താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? വികിരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. താഴത്ത് കൊടുത്തിരിക്കുന്ന ചലനങ്ങൾ ദോലന ചലനമല്ലാത്തത് ഏത്? ദോലന ചലനമല്ലാത്തതാണ് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്നത്. പ്രകാശം കടന്നു പോകുന്ന പാതയുടെ 3 സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയെ ബന്ധിപ്പിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഓപ്ഷൻ